സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ട് തന്നെയാണ്. നമ്മുടെ ടീ ടൈം സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. സമോസ ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ലല്ലോ. എല്ലാവർക്കും സമോസ ഇഷ്ടമാണ് അല്ലേ? നല്ല 4 മണി നേരത്തെ ചായയുടെ കൂടെ, ചൂട് ചായയുടെ കൂടെ ഒരു സമോസയൊക്കെ കിട്ടാൻ കൊതിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? അപ്പോൾ ഇന്നത്തെ സമോസ നമ്മൾ പഞ്ചാബി സമോസയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. പഞ്ചാബി സമോസ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ എല്ലാവരും വിചാരിക്കുന്നത് അത് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് പെട്ടെന്ന് ഹോട്ടലിൽ പോയി മേടിക്കുകയാണ് നല്ലത്, അല്ലെങ്കിൽ ബേക്കറികളിലൊക്കെ പോയി മേടിക്കുകയാണ് ഇത് ഏറ്റവും നല്ലത് എന്നാണ്. എന്നാൽ അതിനൊരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് വീട്ടിലുള്ള ചേരുവകളുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കത് ചെയ്തെടുക്കാം. അപ്പോൾ അത് എങ്ങനെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. വളരെ പെട്ടെന്നായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാം. ഏകദേശം ഒരു അരമണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അത്രയും സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് വേണ്ടത്, എന്തൊക്കെ ചേരുവകൾ വേണമെന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് മുൻപ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള പുട്ടിൻ്റെ റെസിപ്പി കണ്ട് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് ഒരുപാട് ഫീഡ്ബാക്ക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. മെയിൽ ത്രൂ, മെസ്സേജ് ത്രൂ ഒക്കെ ഒരുപാട് ഫീഡ്ബാക്ക്സ് കിട്ടിയിരുന്നു. വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. നിങ്ങളതൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഇതുപോലുള്ള പോസിറ്റീവ് കമൻറ്റ്സ് തരുന്നതിന് വളരെ നന്ദിയുണ്ട്. അപ്പോൾ പലവരും ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ്, ഈസി റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി അങ്ങനെയുള്ള റെസിപ്പികൾ അപ്ലോഡ് ചെയ്യാൻ കൂടുതൽ ശ്രമിക്കാം. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികളുടെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഒരു റെസിപ്പി മിസ് ചെയ്ത് പോകാണ്ടിരിക്കാൻ ശ്രമിക്കുക. ഇനി വരുന്ന റെസിപ്പികൾ എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ്, ലെഫ്റ്റ് ഓവർ റെസിപ്പീസൊക്കെ ആയിരിക്കും ഞാൻ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്സ് എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കും വേണം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിപ്പോൾ 1 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കത് ഗോതമ്പ് പൊടിയിലും ചെയ്തെടുക്കാം. പക്ഷേ റിയൽ ആയിട്ടുള്ള ഒരു ടേസ്റ്റും കറക്റ്റായിട്ടുള്ള ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ മൈദയിൽ തന്നെയാണ് കേട്ടോ ചെയ്യണത്. അതുകൊണ്ട് ഞാനിപ്പോൾ മൈദ ചേർത്തിട്ടുണ്ട് 1 കപ്പ്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അയമോദകമാണ്. അയമോദകം നമ്മൾ ഈ വയറിന് സുഖമില്ലെങ്കിലൊക്കെ നമ്മൾ സാധാരണ അയമോദകം വെച്ച് കഴിക്കുകയൊക്കെ സാധാരണ ചെയ്യാറുണ്ട്. ആ അയമോദകമാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇത് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു റെസിപ്പിയിൽ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് അത്യാവശ്യമാണ് കേട്ടോ. ഇത് നമുക്ക് ഉള്ളം കയ്യിലിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തിരുമ്മി കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല അതിൻ്റെ മണം അതിൻ്റെ ഇതെല്ലാം വരും. ഇടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇടിക്കേണ്ട ചതക്കേണ്ട ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് തിരുമ്പി കൊടുത്തിട്ട് ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമുക്ക് നന്നായി എല്ലാം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം ഒന്ന് ചേരട്ടെ. ഇനി നമുക്ക് അടുത്ത അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനം നെയ്യാണ്. നെയ്യ് ഏകദേശം ഞാനൊരു ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണമെന്നില്ല. നമുക്ക് ഇതിന് പകരം സൺഫ്ലവർ ഓയിൽ ചേർക്കാം. പക്ഷേ കഴിച്ചിട്ടുള്ളവർക്കൊക്കെ, പഞ്ചാബി സമോസ കഴിച്ചിട്ടുള്ളവർക്കൊക്കെ അതിൻ്റെ ടേസ്റ്റിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും നെയ്യിലാണ് ചെയ്യുക. അവർ ഫുൾ നെയ്യാണ്, പ്യുവർ നെയ്യിലാണ് അവർ ചെയ്യുന്നത്. ഇപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ട് നന്നായി നെയ്യെല്ലാം മാവിൽ മിക്സ് ചെയ്യുന്ന രീതിയിൽ ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ നമ്മളൊന്ന് പിടിച്ച് നോക്കണം. നമ്മൾ പുട്ടിനൊക്കെ ഉണ്ടാക്കുമ്പോൾ പിടിച്ച് നോക്കുന്ന പോലെ. അപ്പോൾ നമുക്കത് പിടിച്ചാൽ കിട്ടണം. അങ്ങനെ നമ്മൾ ഉടയ്ക്കുമ്പോൾ പൊടിയായിട്ട് ഉടഞ്ഞു പോകരുത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന നെയ്യിൻ്റെ അളവ് കുറവാണെന്നാണ്. അപ്പം ഞാനത് ഇനി വീണ്ടും നെയ്യ് ചേർക്കണില്ല. അതിന് പകരം 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. നെയ്യ് ഇഷ്ടമുള്ളവർക്കും കുഴപ്പമില്ലാത്തവർക്കും നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ചേർക്കാം. അപ്പോൾ ടോട്ടൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ഇപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് ഇളക്കി നന്നായി മിക്സ് ചെയ്ത് അതിനുശേഷം 1 ടീസ്പൂൺ റവ, നമ്മൾ ഉപ്മാവിനൊക്കെ ചേർക്കുന്ന റവയുണ്ടല്ലോ, അപ്പോൾ ആ ഒരു റവയാണ് കേട്ടോ ചേർക്കുന്നത്. നല്ല ക്രിസ്പിനെസ്സും കിട്ടും, മാത്രമല്ല നല്ല സ്റ്റിഫായിരിക്കാൻ സഹായിക്കും. അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് പിടിച്ച് നോക്കുക. അതിന് ശേഷം കണ്ടോ, ഇപ്പോൾ കറക്റ്റായിട്ട് കണ്ടോ പൊട്ടി വരുന്നുണ്ട്. ഇതുപോലെ വേണം കേട്ടോ നമുക്ക് കിട്ടാൻ. അപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന ആ നെയ്യിൻ്റെ അളവോ അല്ലെങ്കിൽ എണ്ണയുടെ അളവോ കറക്റ്റാണെന്നാണ് അർത്ഥം. ഇതുപോലെ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ശരിക്കും ഇങ്ങനെ പൊട്ടി പൊട്ടി കിട്ടണം. അപ്പോൾ ഇത് നമ്മുടെ കറക്റ്റായിട്ടുണ്ട് അളവ്. ഇനി നമുക്ക് വേണ്ട തണുത്ത വെള്ളമാണ്. ഒരിക്കലും നോർമൽ ടെമ്പറേച്ചറുള്ള വെള്ളം ചേർത്ത് കുഴക്കരുത് കേട്ടോ. നല്ല തണുത്ത വെള്ളം, ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ട് അതിൽ ഞാനൊരു 5-8 കഷ്ണം ഐസ് ഞാൻ ചേർത്തതാണിത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ 1/4 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. 1/4 കപ്പ് വെള്ളം ചേർത്ത് നമുക്കൊന്ന് കുഴച്ച് നോക്കാം. നമ്മൾ സാധാരണ പൂരിക്കൊക്കെ കുഴക്കുന്നതിനേക്കാൾ കട്ടിയിൽ വേണം കുഴയ്ക്കാൻ. പൂരിക്ക് കുഴക്കുന്ന അത്ര പോലും ലൂസ് ആവാൻ പാടില്ല. നല്ല കട്ടിയായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊന്ന് കുഴച്ച് നോക്കട്ടെ. ഇപ്പോൾ ഏകദേശം നമ്മുടെ വെള്ളം ആയിട്ടുണ്ട്, പക്ഷെ പോരാ. കാരണം പിടിച്ച് നമ്മൾ കുഴയ്ക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റും. കുറച്ചും കൂടി വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് നോക്കി. ഒരരയും കൂടിയും ചേർക്കാം. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ വെള്ളം കൂടിയും ചേർത്ത് ഒന്ന് കുഴച്ച് നോക്കാം കേട്ടോ.
എന്നിട്ട് നമുക്ക് മതിയാവുണ്ടോ നോക്കാം. ഇപ്പോഴും കറക്റ്റായിട്ട് ആ ഒരു ഇത് കിട്ടിയിട്ടില്ല നമുക്ക്. അപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് നോക്കി. ഇനി നമുക്ക് നന്നായി കുഴച്ചെടുക്കാം. അപ്പം നമ്മളുടെ മാവെല്ലാം കറക്റ്റായിട്ടുണ്ട്. വെള്ളത്തിൻ്റെ പരുവം ഇത്ര മതി കേട്ടോ, ഇനി വെള്ളം ആവശ്യമില്ല. അത് കറക്റ്റായി കണ്ടോ. ഇപ്പോൾ എല്ലാം നന്നായി കുഴച്ച് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചേർത്താൽ മതി. ആദ്യം 1/4 കപ്പ്, 1 കപ്പ് മൈദയ്ക്ക് 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് അതിനുശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂൺ 1/2 ടേബിൾ സ്പൂൺ അങ്ങനെ ചേർത്ത് കൊടുത്ത് നോക്കിയാൽ മതി. കണ്ടോ, നല്ല കട്ടിക്കുള്ള മാവായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 5-6 മിനിറ്റ് നമുക്ക് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം കേട്ടോ. നല്ല സോഫ്റ്റ് ആവുന്നത് വരെ ഇത് കുഴച്ചെടുക്കണം. ഒരു 6-7 മിനിറ്റൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ലേശം എണ്ണ അല്ലെങ്കിൽ നെയ്യ് എന്തെങ്കിലും മുകളിലൊന്ന് ജസ്റ്റ് തൊട്ട് നനച്ചിട്ടൊന്ന് ഡ്രൈ ആവാണ്ടിരിക്കാൻ അത് അവിടെ ഇരിക്കട്ടെ. അതിന് ഒരുപാട് നേരം നമുക്ക് എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. മസാല തയ്യാറാക്കുന്ന സമയം മാത്രമേ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 മീഡിയം സൈസ് പൊട്ടറ്റോ വേവിച്ചിട്ട് ഉടച്ച് വെച്ചിട്ടുള്ളതാണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കഷ്ണങ്ങളായിട്ടും എടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഉടച്ച് വെച്ചു എന്നുള്ള, ഒരുപാട് കഷ്ണം കടിക്കാൻ എനിക്ക് അധികം താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഉടച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വേവിച്ചതിന് ശേഷം കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഗ്രീൻ പീസ് വേണ്ടതാണ്, വേവിച്ച ഗ്രീൻ പീസ്. അത് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. ഇനി മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണത് മസാലയിലേക്ക്. അത് 1/2 ടീസ്പൂൺ ജീരകം ചതച്ചതാണ് ഒന്ന്. പിന്നെ ഇത് പൊമഗ്രനേറ്റ് സീഡാണ്. നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. നമ്മളുടെ മാതള നാരങ്ങയുടെ സീഡ് ഡ്രൈ ചെയ്തിട്ടുള്ളതാണ്. അതൊന്ന് ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. അതൊരു 1/2 ടീസ്പൂൺ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ മാതള നാരങ്ങ വാങ്ങിയിട്ട് അതൊന്ന് ഉണക്കിയെടുത്താൽ മതി, അതിൻ്റെ സീഡ്. എന്നിട്ട് ചതച്ചെടുത്താലും മതി കേട്ടോ. അങ്ങനെ ചതച്ചെടുത്ത് നമുക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ കുപ്പിയിൽ എടുത്ത് വയ്ക്കാം. ഉണക്കിയതിന് ശേഷം കുറേ കാലം കേടുവരാണ്ട് സൂക്ഷിക്കാൻ പറ്റും. ഇത് മല്ലിയാണ്, മുഴുവൻ മല്ലി ചതച്ചതാണ്. അത്യാവശ്യം നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു 3 ഇൻഗ്രീഡിയൻറ്റ് ശരിക്കും നമ്മുടെ സമോസയ്ക്ക് അത്യാവശ്യമാണ്. അതിന് ഒരു ബ്ലാക്ക് കളറിൽ തരുന്ന ഒരു കളർ തരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു മാതള നാരങ്ങ. അപ്പോഴാണ് ശരിക്കും നമ്മൾ ഈ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന സമോസയുടെ അകത്ത് കറുത്ത കളറിലുള്ള മസാല കണ്ടിട്ടില്ലേ, ആ മസാലയുടെ മെയിൻ സംഭവം ഈ ഒരു മാതള നാരങ്ങയാണ് കേട്ടോ. ആദ്യം ഞാനിതിൽ 1/2 സ്പൂണേ ചേർത്തിട്ടുള്ളൂ, 1/2 ടീസ്പൂണേ ചതച്ച് ചേർത്തിട്ടുള്ളൂ. അത്രേ ആവശ്യമുള്ളൂ. നമുക്ക് ആവശ്യത്തിനുള്ള കളറും കാര്യങ്ങളും കിട്ടും. അപ്പോൾ നിങ്ങളുണ്ടെങ്കിൽ ചേർക്കാനില്ലെങ്കിൽ കളറിലൊരു ചെറിയൊരു വ്യത്യാസം, ചെറിയ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ, സാരമില്ല. അപ്പം ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഈ മസാലയും നെയ്യിലാണ് തയ്യാറാക്കുക. നമുക്ക് ചതച്ച് വെച്ചിരിക്കണ മസാലക്കൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഏകദേശം 1 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ശരിക്കും പഞ്ചാബികളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മോര്, വെണ്ണ, തൈരൊക്കെ ഭയങ്കര വീക്ക്നെസ്സാണ്. അവരെ നന്നായി ഉപയോഗിക്കും എല്ലാ ഫുഡിലും. അപ്പം ഞാൻ 1 ടീസ്പൂൺ ചെറുതായി അരിഞ്ഞ പച്ചമുളകും ചെറുതായി അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയും ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഏകദേശം 1 മിനിറ്റ് നേരം തന്നെ അത് ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. മുളകിന് നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എരിവുള്ള മുളക് പൊടി ചേർക്കണമെന്നില്ല. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ 1/2 ടീസ്പൂൺ ചാട്ട് മസാല. ചാട്ട് മസാല ഇതിന് അത്യാവശ്യമാണ് കേട്ടോ, എന്നാലാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട വേറൊരു മസാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മസാലയല്ല, ഒരു പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാങ്ങയുടെ പൊടിയാണ് കേട്ടോ. ഡ്രൈ മാംഗോ പൗഡറാണ് കേട്ടോ ഞാൻ ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മാങ്ങയുടെ പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ സാരമില്ല, കുറച്ച് ലെമൺ ജ്യൂസ് ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്താൽ മതി. 1/2 തൊട്ടിട്ട് 1 ടീസ്പൂൺ വരെ. നമുക്ക് ചെറിയൊരു പുളിപ്പ് കിട്ടണം ഈ മസാലയ്ക്ക്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉണക്കിയ മാങ്ങപ്പൊടി ചേർക്കുന്നത്. സാധാരണ റെസിപ്പികളിൽ ഇതാണ് ചെയ്യാറ്. ഈ മസാലക്കൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഈ ഒരു മസാലക്കൂട്ടാണ് അവർ ചെയ്യുന്ന പഞ്ചാബി സമോസയുടെ നമ്മുടെ ഫില്ലിംഗ്. അപ്പോൾ അതിലെന്തൊക്കെ ചേർക്കണോ അതന്നെ ഞാൻ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കണം പൊട്ടറ്റോ നമുക്കതിൽ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേവിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ കുറച്ച് ക്യാരറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേവിച്ചോ ഗ്രേറ്റ് ചെയ്തിട്ടോ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ സാധാരണ പഞ്ചാബി സമോസകളിൽ ഗ്രീൻ പീസും വെറും പൊട്ടറ്റോയും മാത്രമേ കാണാറുള്ളൂ. ഗ്രീൻ പീസ് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചേർക്കാത്തത്. എൻ്റെ കയ്യിലുള്ളത് ഗ്രീൻ പീസ് കഴിഞ്ഞു പോയി. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്രീൻ പീസും കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഏകദേശം ഒരു 2 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ വഴറ്റി മസാലയെല്ലാം നന്നായിട്ട് പൊട്ടറ്റോ ആയിട്ട് ചേരണം. ഏകദേശം നമ്മുടെ മസാല എല്ലാം പൊട്ടറ്റോ ആയിട്ട് ചേർന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. മല്ലിയില ഏകദേശം അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ, കുറച്ച് ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സമോസയ്ക്കുള്ള ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറണം എന്നൊന്നുമില്ല.
ഇത് മാറ്റി വെക്കാം. ഇപ്പം തന്നെ സമോസ ചെയ്തെടുക്കാം. അപ്പം നമുക്ക് സമോസയ്ക്ക് വേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. എങ്ങനെയും ചെയ്യുന്നത് നോക്കാം. അതിനൊരു ഷേപ്പ് കിട്ടുമല്ലോ, നമ്മൾ എങ്ങനെ ചെയ്യുന്ന ആ ഷേപ്പ് എന്നെല്ലാം നോക്കാം. ഞാൻ ചെറുതായിട്ട് നമ്മൾ ടേബിൾ ടോപ്പിൽ വളരെ കുറച്ച് എണ്ണ തടവിയിട്ടുണ്ട്. ഒപ്പം ആ റോളറിലും തടവിയിട്ടുണ്ട്. ഇനി നമുക്ക് ഏകദേശം വലിയ നാരങ്ങ ഉണ്ടല്ലോ, ചെറുനാരങ്ങയുടെ കുറച്ചും കൂടി വലുപ്പത്തിലുള്ള ബോളുകളാക്കി എടുക്കാം. ഏകദേശം ചപ്പാത്തിക്ക് വേണ്ട സൈസിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ അതിനേക്കാളും കുറവ്. അത് സമോസ വലുപ്പത്തിനനുസരിച്ചിട്ടാട്ടോ. നിങ്ങൾക്ക് വലിയ സമോസ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഉരുള വലുതാക്കി എടുക്കാം. ഒരു മീഡിയം സൈസാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടി ചെറുതായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉരുളകൾ ചെറുതാക്കിയാൽ മതി. ഇപ്പോൾ 1 കപ്പ് മൈദയിൽ 8 എണ്ണം കിട്ടിയിട്ടുണ്ട്. 8 എണ്ണം പറഞ്ഞാൽ 8 × 2 2 നമുക്ക് 1 എണ്ണം പരത്തി കഴിഞ്ഞാൽ നമുക്ക് 2 സമോസ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ 16 സമോസ നമുക്ക് 1 കപ്പ് മൈദയിൽ ചെയ്തെടുക്കാം കേട്ടോ. അത് ഞാൻ ചെയ്യുന്ന അളവിൽ ഞാൻ മീഡിയം സൈസ് സമോസയാണ് കേട്ടോ ചെയ്യണത്. വലിയ സമോസയാണെങ്കിൽ അതിൻ്റെ അളവ് കുറയും കേട്ടോ, എണ്ണം കുറയും. ഇപ്പോൾ മീഡിയം സൈസ് സമോസയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു 16 സമോസ കിട്ടിയിട്ടുണ്ട്. ഒരു ഉരുളയിൽ നിന്ന് നമുക്ക് 2 സമോസ കിട്ടും. അപ്പോൾ അതാണ് 16 എണ്ണം എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത് സൈസിനനുസരിച്ചിട്ട് കുറയും കൂടുകയൊക്കെ ചെയ്യും കേട്ടോ. ഇത് റൗണ്ടായിട്ടല്ല കേട്ടോ പരത്തിരുന്നത്, നീളത്തിലാണ് പരത്തി കൊടുക്കേണ്ടത്. പൂരിയൊക്കെ പരത്തുന്ന ആ ഒരു ഖനി ഇതിന് ആവശ്യമുള്ളൂ. പിന്നെ നമുക്ക് സെൻറ്ററിൽ നിന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു സൈഡ് ഇങ്ങോട്ട് കയ്യിലെടുത്ത് വെച്ചിട്ട് ഈ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് ചെറുതായിട്ട് വെള്ളം നനച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് നമുക്കൊരു വിരലകത്തേക്ക് വെച്ചിട്ട് അമർത്തി കൊടുത്താൽ മതി. ഇതാ ഇതുപോലെ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഇതുപോലെയാണ് ചെയ്തെടുക്കുക. നമുക്ക് ആ ഉള്ളം കൈ ഈ 2 വിരലിൻ്റെ ഇടയിലേക്ക് വെക്കാം. എന്നിട്ടൊന്ന് പരത്തി കൊടുത്തിട്ട് നമുക്ക് മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി. കണ്ടോ, കോൺ പോലെ ഷേപ്പായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല വെച്ച് കൊടുക്കാം. മസാല വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒട്ടും തന്നെ ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ കൈ കൊണ്ട് അത് അമർത്തി കൊടുത്തിട്ട് ഫില്ല് ചെയ്തിട്ട് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഗ്യാപ്പ് ഇല്ലാണ്ട് ചെയ്യണം. ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടില്ല. അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്നുമല്ല, നമുക്ക് ഇത് ഒട്ടിപ്പിടിക്കാൻ വേണ്ടി. ഇനി ഇത് എന്താ വെച്ചാൽ ചെറുതായിട്ട് ഇവിടെ നിന്ന് മടക്കി കൊടുക്കുക. ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് അമർത്തി കൊടുത്തിട്ട് പിന്നെ 2 കൂടി യോജിപ്പിക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്തതിന് ശേഷം സമോസ വെച്ച് കഴിഞ്ഞ് ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു എന്താ പറയുക മടക്ക്. ഇപ്പോൾ കണ്ടോ, നമ്മുടെ സമോസ വെച്ചപ്പോൾ ഇതുപോലെ ഇരുന്ന് കിട്ടണം. അപ്പോഴാണ് ആ കറക്റ്റ് ആ ഷേപ്പ് ശരിയായിട്ടുള്ളൂ. പഞ്ചാബി സമോസ ഷേപ്പ് തന്നെ വ്യത്യാസമല്ലേ. അപ്പോൾ ഇതുപോലെ തന്നെ നനച്ച് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് അകത്ത് വിരൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് കൈ കൊണ്ട് അമർത്തി കൊടുത്താൽ മതി. നമുക്കതെല്ലാം കണ്ടോ ഒട്ടിപ്പിടിച്ചോളും. അപ്പോൾ എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ പിടിച്ചൊരു കോൺ ഷേപ്പിലാക്കി വയ്ക്കുക. അതിനുശേഷം നമ്മളുടെ മസാല ഇട്ട് ഫില്ല് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഫില്ല് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ഒട്ടും അകത്ത് ഗ്യാപ്പ് ഇല്ലാണ്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് വെക്കണം കേട്ടോ. അതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ കണ്ട മസാലയുടെ കളറൊക്കെ കണ്ടു ചെറുതായിട്ട് ബ്ലാക്കിഷ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം തേച്ച് കൊടുക്കുക. ജസ്റ്റ് ഇത് അതുപോലെ മടക്കി പിടിക്കുക. കണ്ടോ, ഇനി മടക്കിയതിന് ശേഷം ഒന്ന് അമർത്തി കൊടുക്കുക. 2 കൂടിയും ചേർത്ത് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ആവശ്യമുള്ളൂ. നമ്മുടെ പഞ്ചാബി സമോസ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സമോസ റെഡി ആയി എന്നാണ് കേട്ടോ അർത്ഥം. നമ്മൾ ചെയ്തതെല്ലാം കറക്റ്റാണെന്നാണ്. അങ്ങനെ കുറച്ച് സമോസയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം 8 എണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് വറുത്ത് കോരുകയാണ് കേട്ടോ. അപ്പോൾ വറുക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് എണ്ണയുടെ ചൂടിൻ്റെ കണക്കാണ്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ ചട്ടിയിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. ഇരുമ്പ് ചീനച്ചട്ടിയാണെന്ന് വെച്ചാൽ വളരെ നല്ലത്. അതല്ല, നിങ്ങൾ ഏത് പാത്രമാണെന്ന് വെച്ചാലും അത് യൂസ് ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ചൂട് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ചെറുതായിട്ടുള്ള ചൂടേ പാടുള്ളൂ. സാധാരണ നമ്മൾ വറക്കുമ്പോൾ നന്നായിട്ട് ആവി പാറണം, അങ്ങനെയുള്ള ഒരു ചൂട് പാടില്ല അതിന്. ചെറു ചൂടായി വരുമ്പോൾ നമുക്ക് സമോസ ഇട്ട് കൊടുത്ത് പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. സമോസ ഇട്ടതിന് ശേഷം കണ്ടോ, ഒട്ടും തന്നെ നമ്മളുടെ സമോസയിൽ പൊള്ളങ്ങളൊന്നും വന്നിട്ടില്ല. ബബിൾസ് വന്നിട്ടില്ലെങ്കിൽ മനസ്സിലാക്കാൻ നമ്മുടെ സമോസയുടെ മാവിലെ വാട്ടർ കണ്ടൻറ്റ് കറക്റ്റാണ്. നമ്മൾ ചേർത്തിരിക്കുന്ന എല്ലാ അളവും പെർഫെക്റ്റ് ആണെന്നാണ് കേട്ടോ അതിനർത്ഥം. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ ബബിൾ വരാത്ത രീതിയിൽ ഇതുപോലെ വെള്ളം കുറച്ച് വേണം കേട്ടോ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ സമോസ എല്ലാം ഇവിടെ റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. കണ്ട് ഒട്ടും തന്നെ അതിൽ ബബിൾസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് നല്ല സ്റ്റിഫായിട്ടുള്ള ഒരു ഔട്ടർ പാർട്ടായിട്ട് തന്നെ ഇത് കാണുന്നുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ, സാധാരണ നമുക്ക് പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന സമോസയുടെ ഒരു ഔട്ടർ പാർട്ടിൻ്റെ ആ ഒരു സ്റ്റൈലിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ ബബിൾസ് ഇല്ല. ഇതുപോലെ വേണം കേട്ടോ. വെള്ളം അധികമായ ബബിൾസ് നിറയെ വരാൻ തുടങ്ങി ഈ ഒരു സ്ട്രോങ് നമുക്ക് ഔട്ടർ പാർട്ട് കിട്ടില്ല. അപ്പോൾ നമ്മുടെ സമോസ ഇവിടെ റെഡി ആയിട്ട് ഏകദേശം 4-5 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സമോസ തയ്യാറാക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒട്ടും മടിക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അടിച്ചു വെച്ചോളൂ. ഇതുപോലെ ടേസ്റ്റി ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.
Till then, bye bye. Thank you for watching my videos.